നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്കുകൾ നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഓർഡർ ബ്ലോക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ കൃത്യമായി ട്രേഡ് എടുക്കാം, ഏത് ഡയറക്ഷനിലേക്ക് വേണം ട്രേഡ് എടുക്കേണ്ടത് മുതലായ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അടുത്ത ദിവസത്തേക്ക് ഓൾറെഡി നമ്മൾ കുറച്ച് സ്റ്റോക്കുകൾ, ഈ വാച്ച് ലിസ്റ്റിൽ കാണുന്ന സ്റ്റോക്കുകളിൽ ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അടുത്ത ദിവസം നമ്മൾ എൻട്രിയും എക്സിറ്റും പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റിലെ തന്നെ ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ മാർക്ക് ചെയ്തതിന് ശേഷമോ നിങ്ങൾ വീക്കിലി ക്യാൻഡിൽ തൊട്ട് മാർക്കറ്റിനെ കണ്ടു തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഈ ആഴ്ച മാർക്കറ്റ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. വീക്കിലി ഒരു ഡൗൺ ട്രെൻഡാണ് മാർക്കറ്റിൽ നിലവിൽ കാണുന്നത്. അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോഴും നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി, മാർക്കറ്റിൻ്റെ ഓൾ ഓവർ, അതായത് BPCL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ഓവർ ട്രെൻഡ് വരുന്നത് ഡൗൺ ട്രെൻഡാണ്. നമുക്കറിയാം ഏത് ട്രെൻഡാണോ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതായത് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ വിജയസാധ്യത, പ്രോബബിലിറ്റി കൂടുതൽ വരുന്നത് നിലവിലെ ലോങ് ടൈം ട്രെൻഡ് എന്താണോ അതിനോടൊപ്പം പോകുന്നതിലായിരിക്കും നമുക്ക് കൂടുതൽ വിജയസാധ്യത. അങ്ങനെ പറയാൻ കാരണം നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ മുതൽ നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺഫോൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം ഈ ഒരു ക്യാൻഡിൽ മുതൽ, ഇതിപ്പോൾ ഡേ ക്യാൻഡിലാണല്ലോ, ടോട്ടൽ എത്ര ദിവസം ഉണ്ടെന്ന് നോക്കിയാൽ ലാസ്റ്റ് ഡേ വരെ നമുക്ക് 55 ക്യാൻഡിൽസാണ് ഉള്ളത്. ഈ 55 ക്യാൻഡിലിൽ റെഡ് ക്യാൻഡിൽ അല്ലാതെ ഗ്രീൻ ക്യാൻഡിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 55-ൽ 20 ഗ്രീൻ ക്യാൻഡിൽസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് 50% ഗ്രീൻ ക്യാൻഡിൽസ് വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഓവറോൾ ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. റെഡ് ക്യാൻഡിലുകളാണ് ബഹുഭൂരിപക്ഷം ഉള്ളത്. അതായത് മോർ ദാൻ 50% റെഡ് ക്യാൻഡിൽസ് നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ ക്യാൻഡിൽസ് 50% എത്തുന്നതുമില്ല. സോ ദാറ്റ് ബൈ ഡിഫോൾട്ട് നമുക്ക് റെഡ് ക്യാൻഡിൽ മാത്രം, ഇല്ലെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പ്രോബബിലിറ്റി, വിന്നിംഗ് പ്രോബബിലിറ്റി വളരെ കൂടുതലാണെന്ന് നമ്മൾ കണ്ടു. നമുക്കറിയാം 1:2 റിസ്ക് റിവാർഡ് വെച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പ്രോബബിലിറ്റി വിൻ റേഷ്യോ 40% കിട്ടിയാൽ മതി, അയാൾ പ്രോഫിറ്റിലായിരിക്കും. ഇവിടെ നമുക്ക് അത് 50% ഉയരുമ്പോൾ അയാളുടെ പ്രോഫിറ്റബിലിറ്റി നന്നായി കൂടുന്നുണ്ടാവും. രണ്ടാമതൊരു കാര്യം കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഗ്രീൻ ക്യാൻഡിലുകളെല്ലാം കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് നോക്കിയാൽ ചെറിയ ക്യാൻഡിലുകളാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ വലിയ ക്യാൻഡിലുകൾ ഓവറോൾ ട്രെൻഡ് ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക്, അതായത് ഇവിടെ നോക്കുമ്പോൾ ഡൗൺ ട്രെൻഡാണ്, അതുകൊണ്ട് തന്നെ റെഡ് ക്യാൻഡിലുകളാണ് നമുക്ക് വലിയ മൂവ് നടത്തിയിട്ടുള്ള ക്യാൻഡിലുകളായിട്ട്. വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് കൂടുതൽ നടത്തിയിട്ടുള്ളത് റെഡ് ക്യാൻഡിലുകളാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ആ സൈഡിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ റിസ്ക് റിവാർഡ്, അതായത് ഓവറോൾ ട്രെൻഡ് എങ്ങോട്ടാണോ ആ സൈഡിലേക്ക് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് റിസ്ക് റിവാർഡ് ഹൈ കിട്ടാനുള്ള പ്രോബബിലിറ്റിയും കൂടുതലാണ്. സോ ദാറ്റ് ഓവറോൾ ട്രെൻഡ് എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് നമ്മൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. 4 hour ടൈം ഫ്രെയിമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടിന്യൂസ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡൗൺ ട്രെൻഡ് തന്നെയാണ്. ഇനി 15 മിനിറ്റ്സിലേക്ക് നമ്മൾ വരുമ്പോഴും ലാസ്റ്റ് 1 ഡേ നോക്കിയാൽ ഡൗൺ ട്രെൻഡാണ്. അതിന് മുന്നിലത്തെ ഒരു ദിവസം അപ്പ് ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് 5 മിനിറ്റിൽ വന്നിട്ട് നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമുക്ക് അടുത്ത ദിവസം ട്രേഡ് എടുക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഓർഡർ ബ്ലോക്കിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പലയിടത്തും നമുക്ക് ഓർഡർ ബ്ലോക്കുകൾ ഈ ഒരു ചാർട്ടിൽ ഒരു പക്ഷേ കണ്ടെത്താൻ പറ്റുമായിരിക്കാം. നമുക്ക് വേണ്ടത് ലാസ്റ്റ് ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു സ്ഥലത്ത്
നമുക്ക് അതിൻ്റെ വോളിയവും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് നല്ല വോളിയം വന്നിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ക്യാൻഡിലും നല്ല വോളിയം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്യാൻഡിൽ നല്ലൊരു വോളിയം വന്നു, അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അറ്റ് ദ സെയിം ടൈം ഇവിടെ സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ കണ്ടിന്യൂസ്ലി ഫോളാണ് തന്നേക്കുന്നത്, നല്ല രീതിയിൽ പ്രൈസ് മൂവ് ചെയ്തേക്കുന്നു. സോ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കാണ്. അവിടെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ റീടെസ്റ്റും തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് തിരികെ കയറി പോകുന്നില്ല. ഒപ്പം തന്നെ ഇവിടെ വരുമ്പോൾ ഹ്യൂജ് ഫോൾ വീണ്ടും വരുവാണ്. സോ ദാറ്റ് അവിടെയാണ് സ്മാർട്ട് മണി ഹ്യൂജ് സെല്ലിംഗ് നടത്തിയേക്കുന്ന ഏരിയ. അപ്പോൾ അവരുടെ ഫില്ല് ചെയ്യാതെ പോയ ഓർഡറുകൾ ആണ് തിരികെ വന്നിട്ട് ഇവിടെ ട്രിഗർ ആയേക്കുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും അവർ സെല്ല് ചെയ്തു, അതുകൊണ്ടാണ് മാർക്കറ്റ് വീണ്ടും ഫോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ അത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ റിജക്ഷൻ തന്നു. അപ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന്, കഴിഞ്ഞ ദിവസത്തെ ചാർട്ടിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂസ് 3 ക്യാൻഡിൽ നല്ല രീതിയിൽ പുഷ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൽ വന്നിട്ട് ആ ഓർഡർ ബ്ലോക്കിനെ ഇൻവാലിഡേറ്റ് ആയി, അപ്പോൾ അതിൻ്റെ വാലിഡിറ്റി പോയി. സോ ദാറ്റ് നമ്മൾ അവിടെ പോയിട്ട് ഇനി ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലുള്ള ഓർഡർ ബ്ലോക്കും ഇന്ന് പ്രൈസ് ക്ലോസ് ചെയ്തതിന് ശേഷം തൊട്ട് മുകളിലും താഴെയുള്ള 2 ഓർഡർ ബ്ലോക്ക് കണ്ടെത്തിയാൽ നമുക്ക് അവിടെ വെച്ചിട്ട് ട്രേഡ് അടുത്ത ദിവസത്തേക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി നാളെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഓർഡർ ബോക്കിന് മുകളിലാണെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിനെ സപ്പോർട്ടായിട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന ട്രേഡ് നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ല, നാളെ ഓപ്പൺ ചെയ്യുന്നത് ഈ ഓർഡർ ബ്ലോക്കിൻ്റെ താഴെയാണെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് താഴത്തേക്കുള്ള ഷോർട്ട് എൻട്രിയും നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ ഏറ്റവും ബെറ്റർ, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തു, ഇതൊരു ഓർഡർ ബ്ലോക്കാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇവിടുന്ന് മുകളിലേക്ക് എൻട്രി എടുത്തു എന്നതുകൊണ്ട് തെറ്റൊന്നും പറയാനില്ല. കാരണം ഇവിടെ നമ്മളിപ്പോൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഓർഡർ ഇട്ട് വെക്കുന്നു, മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി കിട്ടുന്നു. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് പതിവ് പോലെ വെച്ച് കൊടുക്കും. അതിനുശേഷം നമുക്ക് 1:2 കിട്ടാനായിട്ട് ഇവിടെ വരെ മൂവ് ചെയ്താൽ തന്നെ നമുക്ക് 1:2 കിട്ടും. നെക്സ്റ്റ് ടാർഗറ്റ് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ആണെങ്കിൽ അങ്ങോട്ടേക്ക് 1:4 നമുക്ക് കിട്ടുന്നുണ്ട്. സോ ദാറ്റ് അത് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും നമ്മളിപ്പോൾ കണ്ടു ഓൾ ഓവർ ദ ട്രെൻഡ് ഏത് സൈഡിലേക്കാണോ ആ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ട്രെൻഡിന് അനുകൂലമായി എൻട്രി കിട്ടിയാൽ അതെടുക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇനി മാർക്കറ്റ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ല രീതിയിൽ ബുള്ളിഷ് ആകുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓർഡർ ബ്ലോക്ക് വാലിഡ് ആണ് എന്ന് കാലത്തെ മാർക്കറ്റ് കാണിച്ചാൽ ബൈ ഓർഡർ എടുക്കുന്നത് ലോങ് എൻട്രി പോകുന്നതിൽ തെറ്റില്ല. എങ്കിലും പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും കൂടുതൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഡൗൺ പോകുന്നത് ആ ഒരു എൻട്രി നമ്മൾ ഷോർട്ട് എൻട്രി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നിലവിൽ ഡൗൺ ട്രെൻഡാണ്. അതുകൊണ്ട് മാത്രമാണ് സാധ്യത നമുക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ ആ സൈഡിലേക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇവിടെ ഗ്യാപ്പ് ഡൗൺ വന്നു, ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, മുകളിലേക്ക് വരുന്നു, ഈ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യുന്നു, താഴത്തേക്ക് പോകുന്നു. അപ്പോഴും നമുക്ക് ഈ ട്രേഡ് എടുക്കാം. കാരണം അതിന് വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സ്റ്റോക്ക് ഓൾറെഡി ലോങ് ടൈം ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. ഓക്കെ, ഇനി മറ്റൊരു സ്റ്റോക്കിലേക്കും കൂടെ നമുക്ക് പോകാം. ഇവിടെയും നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓർഡർ ബ്ലോക്കുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്നും കൂടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ നിന്ന് നല്ലൊരു ഹ്യൂജ് ഫോളാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. വോളിയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അതേപോലെ പ്രീവിയസ് ക്യാൻഡിലുകളെ അപേക്ഷിച്ച് പെട്ടെന്നൊരു ഹൈക്ക് അവിടെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇവിടുന്ന് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. അപ്പോൾ ഈ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് ഡൗൺവേർഡ് പുഷ് ചെയ്യും, നമുക്ക് മനസ്സിലായി ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഓക്കെ, അതേപോലെ തന്നെ താഴത്തേക്ക് പോയ മാർക്കറ്റ് തിരിച്ച് അവിടെ വന്നപ്പോൾ വീണ്ടും അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടുന്ന് ഹ്യൂജ് സെല്ലിംഗ് നടത്തുന്നുണ്ട്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കാണ്. ഇനി
ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയാൽ പോരാ, നമുക്ക് ക്ലോസ് ചെയ്തതിന് മേളിലൊരു ഓർഡർ ബ്ലോക്ക് കിട്ടണം, മാർക്കറ്റ് ക്ലോസ് ചെയ്തതിൻ്റെ താഴത്തെ ഒരു ഓർഡർ ബ്ലോക്കും കിട്ടണം. ഈ 2 ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് അതുകൊണ്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഒരു ഹ്യൂജ് ഫോള് മാർക്കറ്റ് തന്നിട്ടുണ്ട്, വലിയ വോളിയവും വന്നിട്ടുണ്ട്. ആ ദിവസത്തെ അതുവരെയുള്ള ഏറ്റവും വലിയ വോളിയമാണ് ആ ക്യാൻഡലിൽ മാർക്കറ്റ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കായി അടുത്ത ദിവസം വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളപ്പോൾ എന്ത് ചെയ്തു, അതിനൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓവറോൾ ട്രെൻഡ് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഓവറോൾ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡേ ക്യാൻഡലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഇതിൻ്റെ ഓവറോൾ ട്രെൻഡും വരുന്നത് ഡൗൺ ട്രെൻഡാണ്. നിലവിലിത് ഡേ ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, സോ ഇത് നല്ലൊരു ഫോള് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ NTPCയിൽ പോയിട്ട് നമ്മൾ അടുത്ത ദിവസം ഡൗൺ ട്രെൻഡ് എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ല ട്രേഡ് ആവാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ആ ട്രേഡുകൾക്ക് കൂടുതലായിരിക്കും. കാരണം എന്താണ്, ലോങ് ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഡൗൺ ട്രെൻഡ് തന്നെ ഷോർട്ട് സെല്ലിങ് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമുക്കും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. സപ്പോസ് ഈ പ്രീവിയസ് ഡേ മാർക്കറ്റിൽ നമുക്ക് കണ്ടല്ലോ, ഇത് വളരെ ചെറിയൊരു റേഞ്ചാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. അപ്പോൾ NTPC ചെറിയ മൂവ്, അതായത് 1.5% ചെറിയ മൂവേ തന്നിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം. സോ ദാറ്റ് നമുക്കിവിടെ ഓർഡർ ബ്ലോക്ക് ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും മാർക്കറ്റ് റണ്ണിങ് മാർക്കറ്റിൽ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വന്നത് നമ്മൾ കണ്ടു. ഹ്യൂജ് ഫോള് വന്നു, ഹ്യൂജ് വോളിയവും അവിടെ മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അന്നത്തെ ദിവസം അവിടുന്ന് ഓർഡർ എടുക്കാൻ പറ്റും. എത്ര മണിക്ക്? 10:20 അല്ലെങ്കിൽ 10:15 മാർക്കറ്റ് വീണ്ടും അവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ പോലും അത് ആ സമയത്തല്ല എൻട്രി എടുക്കേണ്ടത്. ശരിക്കും നമ്മൾ എൻട്രി എടുക്കേണ്ടത് അഡ്വാൻസ് ഓർഡർ ഇട്ട് വെച്ചിട്ട് എടുക്കാം നമുക്ക്. അതായത് എപ്പോഴാണോ ഈ ഓർഡർ ബ്ലോക്ക് ആയി ഇതെന്നും നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ഹ്യൂജ് ഫോള് വന്നപ്പോഴാണ്. ഓക്കെ, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഓർഡർ ബ്ലോക്കായി മാറി. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ഷോർട്ട് എൻട്രി പ്ലേസ് ചെയ്ത് വെക്കാം ഇൻ അഡ്വാൻസ്. എപ്പോഴാണോ മാർക്കറ്റ് അങ്ങോട്ട് വന്ന് ഹിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആയിക്കോളും. ദെൻ നമ്മളവിടെ ഒരു 0.5% സ്റ്റോപ്പ് ലോസും നമ്മുടെ രീതിക്ക് നമ്മൾ വെച്ചു. അങ്ങനെയാണ് പിന്നെ മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഡേ ലോയിലേക്ക് ടാർഗറ്റ് ചെയ്താൽ പോലും നമുക്ക് 1:3 റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി താഴത്തുണ്ടായിരുന്ന ഓർഡർ ബ്ലോക്ക്, ഈ ഓർഡർ ബ്ലോക്ക് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് പ്രീവിയസ് ഡേ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നാണ്. അത് കുറച്ചധികം ബാക്കിൽ പോയിട്ടാണ് നമ്മൾ കണ്ടെത്തി വെച്ചേക്കുന്നത്. ഇത് അഡ്വാൻസ് നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നിൽ എവിടെയോ ആണ്, അതുകൊണ്ട് അതങ്ങ് പൊയ്ക്കോട്ടെ. നമുക്ക് അത് കണ്ടെത്തി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ട് നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യാം? ഇത് ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നു എന്ന് കണ്ടാൽ നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് ഇങ്ങോട്ടേക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വരെ കിട്ടാം? 1:6 വരെ അതവിടെ ഓൾറെഡി പോയിട്ടുണ്ട്. ഇനി ഇത്രയും ലോങ്, അതായത് ഡിസ്റ്റൻസ് ഒത്തിരി കൂടിയ ടാർഗറ്റുകളാകുമ്പോൾ അതിലേക്ക് പോയി മാർക്കറ്റ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഒരുപക്ഷെ ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന വേറൊരു മെത്തേഡും കൂടെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അത് നെക്സ്റ്റ് ടാർഗറ്റും മുന്നേ വെച്ചിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ പോയിൻറ്റും തമ്മിലുള്ള മധ്യഭാഗം. അതിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, അതിവിടെ ഇതാണ് അതിൻ്റെ മധ്യഭാഗം. അതിൻ്റെ പ്രൈസ് നിങ്ങളിവിടെ നോക്കൂ, ഈ റെഡ് ക്യാൻഡലിൻ്റെ ലോയാണ് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരെ നമുക്ക് മിനിമം ആ തിയറി വെച്ചിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ റെഡ് ക്യാൻഡലിൻ്റെ ലോ വരെ സിമ്പിളായി നമുക്ക് കിട്ടിയിട്ടുണ്ട് 1:5. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തി, അതേപോലെ സ്റ്റോക്കിൻ്റെ ഓവറോൾ മൂവ് ട്രെൻഡ് എങ്ങോട്ടാണെന്ന് നമ്മൾ കണ്ടെത്തി, അത് ഡേ ക്യാൻഡിലിൽ എന്താണോ ട്രെൻഡെന്ന് നോക്കിയിട്ട് ആ സൈഡിലേക്ക് നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് വിന്നിംഗ് പ്രോബിലിറ്റി കൂടും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 1:2 എന്ന് പറയുന്ന റിസ്ക് റിവാർഡിനേക്കാൾ കൂടിയ റിസ്ക് റിവാർഡും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിന്നിംഗ് പ്രോബബിലിറ്റിയും നമുക്ക് കുറച്ച് ഹയർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു സ്റ്റോക്കും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ONGC നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഓൾറെഡി. നമുക്കെന്നാലും
അത് മാറ്റിയിട്ടൊന്ന് നോക്കാം. ഇവിടെ നമുക്കറിയാം ഈ ഒരു ഹ്യൂജ് ഫോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വോളിയം കൂടെ നോക്കിയോ. അതിൻ്റെ വോളിയം നോക്കുമ്പോൾ ദാ പ്രീവിയസ് ക്യാൻഡിലിനേക്കാളും കൂടിയ വോളിയം വന്നിട്ടുണ്ട്. ഒപ്പം മുന്നേ ഉണ്ടായിരുന്ന വോളിയമൊക്കെ എന്താണ്? ഗ്രീൻ ക്യാൻഡിലിൻ്റെ വോളിയംസ് ആണ്. ഇവിടെ വന്നപ്പോൾ റെഡ് ക്യാൻഡിലിൽ ഹ്യൂജ് വോളിയം ആയി മാറി. ഒപ്പം തന്നെ ക്യാൻഡിലിൻ്റെ മൂവ് വളരെ വലിയ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് അത് തന്നിട്ടുണ്ട് മറ്റ് ക്യാൻഡിലുകളെ അപേക്ഷിച്ച്. സോ ദാറ്റ് അവിടെ ഒരു ഓർഡർ ബ്ലോക്കാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ പ്രീവിയസ് ഡേയിലെ ഓർഡർ ബ്ലോക്കുകളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നുവെങ്കിലും ഇന്നത്തെ ദിവസം നമുക്ക് ഈ ട്രേഡ് എടുക്കാൻ പറ്റും. കാരണം ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ 9:45 ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയതായി നമ്മൾ കണ്ടെത്തി. അതിനുശേഷം ഈ പ്രൈസിലേക്ക്, അതായത് ഈ 9:40 റെഡ് ക്യാൻഡലിൻ്റെ ലോയിലേക്ക് എപ്പോഴാണോ മാർക്കറ്റ് എത്തുന്നത് അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ഈ 3 ക്യാൻഡലിൻ്റെ ക്ലോസിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രൈസ് ഫോളോ ചെയ്തു. അപ്പോൾ ഇനി മാർക്കറ്റിന് തിരിച്ചങ്ങോട്ടേക്ക് വരാം. അങ്ങോട്ട് വന്നാൽ ഈ ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടുന്ന് ഇതിൻ്റെ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ മാർക്കറ്റിലെ ഓൾമോസ്റ്റ് സ്റ്റോക്കുകൾ ഡൗൺ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ട്രെൻഡ് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഈ ക്യാൻഡിൽ, അതായത് 9:45 ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അഡ്വാൻസ് ഓർഡർ ഇട്ട് വയ്ക്കാം. അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 0.5% സ്റ്റോപ്പ് ലോസ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചു. മാർക്കറ്റ് തിരികെ ഇവിടെ, അതായത് 10:50 വീണ്ടും മാർക്കറ്റ് ആ പോയിന്റിൽ വന്ന് ഹിറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ടാണ് നമ്മൾ എൻട്രി ഇട്ട് വെച്ചേക്കുന്നത്. അത് ട്രിഗർ ആകുന്നു, നമ്മുടെ എൻട്രി അവിടെ കിട്ടുന്നു നമുക്ക്. അപ്പോൾ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ 0.5% സ്റ്റോപ്പ് ലോസ് നമ്മൾ അതിന് ശേഷം വെച്ച് കൊടുക്കുന്നു. ടാർഗറ്റായിട്ട് ഡേ ലോയിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേ ലോയിലേക്ക് വരുമ്പോൾ 1:3 റിസ്ക് റിവാർഡ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി അതും കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് അതിൻ്റെ താഴെയുണ്ട്. അങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അങ്ങോട്ട് ടാർഗറ്റ് ചെയ്താൽ എത്ര കിട്ടും? 1:6 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഹയർ പ്രോബബിലിറ്റി പ്ലസ് ഹയർ റിസ്ക് റിവാർഡ് നമുക്കവിടെ കിട്ടുവാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ആ റണ്ണിങ് മാർക്കറ്റ് കണ്ടുപിടിച്ചു. റണ്ണിങ് മാർക്കറ്റിൽ തന്നെ ആ ദിവസം നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യവും കൂടെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ പക്ഷേ ഇതൊരു ഓർഡർ ബ്ലോക്കായി വർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇനി മാർക്കറ്റ് ഇവിടെ വന്നാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ക്ലോസ് ചെയ്തതിന് തൊട്ടടുത്ത് താഴത്തും തൊട്ടടുത്ത് മുകളിലുമുള്ള 2 ഓർഡർ ബ്ലോക്ക് വേണം. അത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഓർഡർ ബ്ലോക്കായി അടുത്ത ദിവസം വർക്ക് ചെയ്യും. കാരണം എന്താണ്? ഒരു ഹ്യൂജ് ഫോളാണ് ഇവിടെ തന്നേക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ ഈ ഒരു ക്യാൻഡിൽ, അതായത് 2:55 ക്യാൻഡിലിൽ തന്നെ വോളിയം ഉയരാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് തന്നെ മാർക്കറ്റിനെ അവർ പുഷ് ചെയ്ത് തുടങ്ങി. ഈ ഒരു ക്യാൻഡിൽ ഹയർ വോളിയം വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈ റെഡ് ക്യാൻഡിൽ 2:55 റെഡ് ക്യാൻഡിൽ നല്ലൊരു ഓർഡർ ബ്ലോക്കായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്താൽ താഴത്തേക്ക് നല്ലൊരു എൻട്രി എടുക്കാം. ഒപ്പം തന്നെ എന്താണ്? ഈ സ്റ്റോക്ക് ഓൾറെഡി അതിൻ്റെ ഡൗൺ ട്രെൻഡിൽ നിൽക്കുവാണ്. നമുക്കതിൻ്റെ ഡേ ക്യാൻഡിൽ നോക്കി കഴിയുമ്പോൾ അതും കൂടെ മനസ്സിലാകും. ഡേ ക്യാൻഡിൽ ഈ ദിവസം ലോ വെച്ചിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ഈ ട്രെൻഡിൻ്റെ ലോ ഈ ദിവസമാണ് വെച്ചിരിക്കുന്നത്. സോ ഹൈ പ്രോബബിലിറ്റി ട്രേഡ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതും അതനുസരിച്ച് ട്രേഡ് എടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കുറച്ച് പേരുടെ കമൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് ഒന്നും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. അതനുസരിച്ച് നമുക്ക് വരുന്ന വീഡിയോകളിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ഒപ്പം തന്നെ ഒരു സ്റ്റോക്കും കൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്കിത് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ദ ലാസ്റ്റ് വരുന്നത് അദാനി എൻ്റർപ്രൈസിൻ്റേതാണ്. നമുക്കത് നോക്കാം. ഇതും നമുക്ക് കാണാം ഒരു ഹ്യൂജ് ഫോളാണ് തന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്താൻ ഇതും ചെറിയൊരു മാർക്കറ്റായിരുന്നു. വലിയ ചേഞ്ച് മാർക്കറ്റ് അവിടെ കൊടുത്തിട്ടില്ല. നമുക്ക്
ഫുൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന 1.5% ചേഞ്ച് ഈ ദിവസം കൊടുത്തിട്ടുള്ളൂ. ഒപ്പം തന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഒരു കാര്യം, എന്താണ്, ഒരു ദിവസം ഒരു സ്റ്റോക്ക് അനങ്ങാതെ കിടക്കുന്നുവെങ്കിൽ തൊട്ടടുത്ത ദിവസം അതിൽ വലിയ ഒരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുവാണ്. വലിയൊരു മൂവ് തൊട്ടടുത്ത ദിവസം നമുക്ക് കിട്ടി. എത്ര പെർസെൻറ്റേജിൻ്റെ മൂവാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ലോ ടു ഹൈ നമ്മൾ അളന്ന് നോക്കി കഴിഞ്ഞാൽ 5% മൂവ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു ചെറിയ ദിവസമായിരുന്നു പ്രീവിയസ് ഡേ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഓർഡർ ബ്ലോക്ക് ഒന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹിസ്റ്റോറിക്കലി പോയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെ കരുതുക. എന്നിരുന്നാലും നമുക്ക് എന്ത് മനസ്സിലായി? ഈ റെഡ് ക്യാൻഡിൽ, അതിന് ശേഷം വന്ന റെഡ് ക്യാൻഡിൽ വളരെ ഹ്യൂജ് ക്യാൻഡിലാണ്. സോ ദാറ്റ് ഈ ചെറിയ റെഡ് ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്കായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വോളിയം കൂടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ആ ചെറിയ റെഡ് ക്യാൻഡിലിന് ശേഷം വളരെ വലിയ വോളിയമാണ് വന്നിരിക്കുന്നത്. അതായത് അന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ വോളിയം അവിടെ വന്നു. സോ ദാറ്റ് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്ത ഏരിയയായി മാറിയിട്ടുണ്ട്. നമുക്ക് ആ ഏരിയ അതങ്ങ് ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ അന്നത്തെ ദിവസം ആ ഓർഡർ ബ്ലോക്ക് വെച്ച് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. 1 or 2 അല്ല, നമ്മളിപ്പോൾ 3ാമത്തെ സ്റ്റോക്കിൽ ഇതേ സിറ്റുവേഷൻ കാണുവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ ഈ പോകുന്ന സ്റ്റോക്ക് പോകുന്ന വഴിക്ക് അതിൻ്റെ പുറകെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി പോകണ്ട. ഇത് നമ്മുടെ വഴിയിൽ വരുവാണെങ്കിൽ മാത്രം നമ്മൾ എൻട്രി എടുത്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹ്യൂജ് ഗ്യാപ്പാണ് തന്നേക്കുന്നത്. 3ാമത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു 9:50. അത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്കിവിടെ ഓർഡർ ഇട്ട് വയ്ക്കാം. അഡ്വാൻസ് ഓർഡർ നമ്മൾ അവിടെ ഇട്ട് വയ്ക്കുന്നു. മാർക്കറ്റ് തിരിച്ച് ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നു, നമുക്ക് എൻട്രി കിട്ടുന്നു. നമ്മളപ്പോൾ സ്റ്റോപ്പ് ലോസ് മാത്രം പിന്നെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് എങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാം? മാർക്കറ്റിൻ്റെ അന്നത്തെ ഡേ ലോയിലേക്ക് ടാർഗറ്റ് ചെയ്യാം. എത്ര കിട്ടി? 1:2.5 എബോവ് കിട്ടി. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് ഇവിടെ കിട്ടി. എന്നാൽ മറ്റൊരു ഓർഡർ ബ്ലോക്ക് താഴത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ നമ്മൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് മെത്തേഡ് വെച്ചിട്ടും നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ കൂട്ടിക്കൊണ്ടുപോകാം. മാക്സിമം കിട്ടുമായിരുന്നു എങ്കിൽ നമുക്ക് കിട്ടാമായിരുന്നത് 1:9 നമുക്ക് അന്നത്തെ ദിവസം കിട്ടാമായിരുന്നു. അത് നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ട്രയൽ ചെയ്ത് പോകാം. അതായത് കിട്ടിയ പ്രോഫിറ്റിനെ നഷ്ടപ്പെടുത്താതെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് ടാർഗറ്റിനെ നീട്ടി മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഒരേ സമയം ടാർഗറ്റും സ്റ്റോപ്പ് ലോസും വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയി മാക്സിമം എടുക്കാം. അപ്പോൾ 1:2 മുകളിൽ എത്ര കിട്ടിയാലും നമുക്ക് അത് ബോണസായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോക്കോടുകൂടെ നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.